നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 ഓഗസ്റ്റ് ആദ്യവാരം വരുമെന്ന് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ബിഗ് ബോസ് മലയാളം സീസൺ 7നായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. 14 ദിവസം കഴിഞ്ഞ് പുതിയ സീസണിന്റെ ഔദ്യോഗിക ലോഞ്ച് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനിടയിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ പുറത്തുവിടുകയാണ് ബിഗ് ബോസ് അനലിസ്റ്റുകൾ. ഇക്കുറി അപ്രതീക്ഷിത സെലിബ്രിറ്റി ഷോയിൽ എത്തുമെന്ന സാധ്യതയാണ് രേവതി പങ്കുവയ്ക്കുന്നത്. രേവതിയുടെ വാക്കുകളിലേക്കൊന്ന് പോകാം. ലാലേട്ടന്റെ ഒരു പ്രമോ കഴിഞ്ഞ ദിവസം ലീക്കായിരുന്നു. സ്റ്റാർ സിംഗറിൽ അദ്ദേഹം എത്തുമെന്നാണ് പ്രമോ. പ്രമോയിൽ ഉഷാ ഉതുപ്പ് എമ്പുരാനെ എന്ന പാട്ട് പാടുമ്പോൾ ലാലേട്ടൻ വരികയും ഉഷാ ഉതുപ്പ് ഞെട്ടുന്നതുമാണ് വീഡിയോ. മൺസൂൺ ഫെസ്റ്റ് കമ്മിങ് സൂൺ എന്നാണ് അവസാനം എഴുതി കാണിക്കുന്നത്. മൺസൂൺ ഫെസ്റ്റിന്റെ എന്തെങ്കിലും പറയാനാണോ അതോ ബിഗ് ലോഞ്ച് പറയാനാണോ എന്ന് വ്യക്തമല്ല. ബിഗ് ബോസ് വന്നാൽ സ്റ്റാർ സിംഗർ സമയം മാറ്റാറുണ്ട്. എന്തായാലും എന്താണ് സംഭവം എന്ന് വ്യക്തമായിട്ടില്ല. ധ്യാൻ ശ്രീനിവാസൻ ബിഗ് ബോസിലേക്ക് വരുമോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. വന്നാൽ നന്നായിരിക്കും. എന്നാൽ ആളുകൾ പലരും പറയുന്നുണ്ട് വേണ്ടെന്ന്. എന്തിനു വരണം? പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് വരേണ്ട കാര്യം എന്താണ് എന്നൊക്കെയാണ് ചിലരുടെ ചോദ്യം. ചിലർ ബിഗ് ബോസിനെ പുച്ഛിക്കുന്നുമുണ്ട്. എന്തായാലും ധ്യാൻ വരുമോ അതോ ഗായത്രി സുരേഷ് വരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും സെലിബ്രിറ്റി ഉണ്ടാകും. കഴിഞ്ഞ തവണ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒന്നുമില്ലാതെയാണ് പെട്ടെന്ന് അൻസിബ വന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സെലിബ്രിറ്റിക്ക് ഇത്തവണയും സാധ്യതയുണ്ട്. 3 പേരെ കൂടി പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ചേർക്കുകയാണ്. മുൻഷി രഞ്ജിത്താണ് അതിലൊരാൾ. മറ്റൊരാൾ ഗീതാ ഗോവിന്ദം സീരിയൽ താരം ബിന്നി സെബാസ്റ്റ്യൻ. മൂന്നാമതൊരാൾ അവതാരക ശാരികയാണ്. അതേസമയം അൺസേഫ് മൂൺലൈറ്റ് മീഡിയയിൽ ചാനലിൽ 18 പേരുടെ പ്രൊഡക്ഷൻ ലിസ്റ്റും പങ്കുവച്ചിട്ടുണ്ട്. ഉറപ്പായും ഇവർ തന്നെയാകും ഇത്തവണ ഹൗസിൽ എത്തുക എന്ന് പറയുകയാണ് അൻസഫ്. പേരുകൾ ഇങ്ങനെ: സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഭിശ്രീയാണ് ഒരാൾ. രണ്ടാമത്തെ വ്യക്തി തുടക്കം മുതലേ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന നടിയും സ്റ്റാർ മാജിക് താരവുമായ അനുമോളാണ്. മറ്റൊരാൾ ഫാഷൻ കൊറിയോഗ്രാഫറായ നവീനാണ്. 4-മത്തെ ആൾ സീരിയൽ താരമായ ബിന്നി സെബാസ്റ്റ്യനാണ്. 5-മത്തെ മത്സരാർത്ഥി നടൻ ആര്യ ഖദൂരിയ, നടി അവന്തിക മോഹൻ, ജിഷൻ മോഹൻ, സ്റ്റാൻഡപ്പ് കൊമീഡിയൻ ആയ ദീപക് മോഹൻ, ലെസ്ബിയൻ കപ്പിൾസായ ആതിര നസ്ലിന, ഫാത്തിമ നൂറ, ഗായകൻ അക്ബർ ഖാൻ, മുതിർന്ന നടിയായ രേഖ രതീഷ്, വിവാദ താരമായ രേണു സുധി, നടൻ അപ്പാനി ശരത്, അവതാരകയായ ഷാരിക, ഒനിയൻ സാബു എന്നിവരാണ് ഉറപ്പായും പങ്കെടുക്കാൻ സാധ്യതയുള്ളവർ. മറ്റു 3 പേർ കൺഫേം അല്ല. RJ അഞ്ജലി, നടൻ ഷാനവാസ്, നടൻ റോഷൻ ബഷീർ എന്നിവരാണ്. അൻസഫ് ഇങ്ങനെ പറഞ്ഞു. ഇത്തവണ പണി വരുന്നുണ്ടേ എന്ന വരികളോടെയാണ് പുതിയ സീസണിന്റെ പ്രമോ എത്തിയത്. സേഫ് ഗെയിം കളിക്കുന്നവർക്ക് ഉണ്ടാകില്ലെന്ന സന്ദേശമാണ് പ്രമോ നൽകുന്നത്. അവതാരകനായ മോഹൻലാൽ സേഫ് ഗെയിം കളിച്ചാലും അത് അനുവദിക്കുന്നില്ലെന്നും പ്രമോയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇത്തവണ ഷോ എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കേരളീയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.